ദിവ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഉഴുന്നുവട ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ? അടിപൊളി ടേസ്റ്റിൽ വീട്ടിൽ തന്നെ നല്ല മൊരിഞ്ഞ ക്രിസ്പിയായ ഉഴുന്നുവട നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി 250 ml ഉഴുന്നൊന്ന് നമുക്ക് കൂത്തെടുക്കാം. ഇതൊരു 10 വടയ്ക്ക്, നമുക്കൊരു വീട്ടിലെ ആവശ്യത്തിന് 10 വടയ്ക്ക് ധാരാളം. ഇത് വെള്ളം ഒഴിച്ചിടാം. നമുക്ക് ഉഴുന്ന് 2 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. അതിനൊപ്പം നമ്മൾ ഉഴുന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഉഴുന്ന് വാങ്ങിക്കണം. മഹാരാജ, ചക്ര അങ്ങനെയൊക്കെ ഉള്ളത്. നല്ല രുചി വരുള്ളൂ. വടയ്ക്ക് നല്ല ടേസ്റ്റ് വരണമെങ്കിൽ നല്ല ഉഴുന്നായിരിക്കണം. 2 മണിക്കൂർ കൂത്ത ഉഴുന്ന് നമ്മൾ അരയ്ക്കാനായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട്. 3 വെളുത്തുള്ളി നമുക്കിതിലോട്ടിട്ട് അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം, ഒത്തിരി ആകരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തി ഇളക്കി കൊടുത്ത് വേണം അരയ്ക്കാൻ. നമുക്ക് അല്പം വെള്ളം കൂടെ ചേർക്കാം. ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല, നമുക്കതിന് വേണ്ടത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. വെള്ളം ചേർക്കുന്നത് കുഴപ്പമില്ല, ദോശമാവിൻ്റെ കൂടെ ഒത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഈ പരുവത്തിൽ ഉഴുന്നരച്ചെടുക്കണം. കണ്ടില്ലേ? ഉഴുന്നരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടുന്ന ഉപ്പ് ചേർക്കാം. അല്പം ഉപ്പ് ഇതിനകത്ത് ചേർക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. കാരണം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പുളിക്കാൻ പാടാണ്, താമസവുമാണ്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഏറെ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. ചൂട് സമയമാണെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ചേർത്താൽ മതി, കാരണം പെട്ടെന്ന് പുളിക്കും. നമ്മുടെ ഈ കാപ്പിക്കടകളിലൊക്കെ കിട്ടുന്ന ഉഴുന്നുവടയൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്നത് ഈ ഉഴുന്ന് നല്ലവണ്ണം പുളിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നല്ലവണ്ണം പൊടിച്ചെങ്കിൽ മാത്രമേ നല്ല മുരിഞ്ഞ ഉഴുന്നുവട കിട്ടുകയുള്ളൂ. നമുക്ക് അല്പം വെള്ളം ചേർക്കാം. ഇത്തിരി വെള്ളമായി പോകരുത്. മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കറക്റ്റ് പരുവത്തിനുള്ള ഉപ്പാണ്. അങ്ങനെയുള്ളപ്പം നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കണം. കാരണം ഇത് എണ്ണയിൽ മുരിഞ്ഞ് വരുമ്പോൾ ഉപ്പ് കുറയും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മുൻതൂക്കം നിന്നേ ചെയ്യാവൂ. ഉപ്പായാലും മധുരമായാലും അങ്ങനെ തന്നെയാണ്. എണ്ണയിലെടുക്കുമ്പം അത് കുറയും. നമുക്കിത് 1-1.5 മണിക്കൂർ പുളിക്കാൻ വയ്ക്കാം. ചിലപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ പുളിച്ചെന്നിരിക്കും. നമ്മുടെ കാലാവസ്ഥയുടെ അനുസരിച്ച് ഇപ്പോൾ മഴയായതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആവും. നല്ലവണ്ണം പുളിച്ചതിന് ശേഷമേ ഉഴുന്നുവട ഇടാവൂ. കാരണം പുളിക്കാതെ നമ്മളിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാവും. വീടുകളിലൊക്കെ അരച്ച ഉടനെ എടുത്ത് വട ഉണ്ടാക്കും, അന്നേരം കല്ല് പോലിരിക്കും. അതാണ് സോഫ്റ്റ്നെസ് ഇല്ലാത്തത്. അപ്പോൾ നമ്മുടെ മാവ് പുളിച്ചിട്ടുണ്ട്. അതിന് വേണ്ട ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ നോക്കാം. ഒരു വലിയ സവാള കീറിയതിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം, നമ്മൾ വിരലിൻ്റെ ഇത്രയും നീളത്തിലൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 4-5 കറിവേപ്പില, 3 പച്ചമുളക്, അല്പം കുരുമുളക്. നമുക്കിത്രയും ഇതിനകത്തോട്ട് ചേർക്കാം. നമുക്ക് അല്പം അരിപ്പൊടി കൂടെ ചേർക്കാം. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇടിയപ്പപ്പൊടി. നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം. വെള്ളം കൂടുതലാണെങ്കിൽ അല്പം കൂടെ അരിപ്പൊടി നമുക്ക് ചേർക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല മുരുമുരാന്ന് നമുക്ക് ഉഴുന്നുവട കിട്ടും, ക്രിസ്പി. അപ്പോൾ നമ്മളൊരു കടായി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലൊരു ചൂടായിട്ട് വേണം അതിലേക്ക് ഇടാൻ. ഒരെണ്ണം എടുത്ത് കണ്ടില്ലേ, ഇതുപോലെ എടുത്ത് അല്ല ഇങ്ങനെ എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. 2-3 എടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ശരിയാവും. ഇത് കയ്യിൽ നിന്ന് നല്ലപോലെ ആ ഹോള് വീണണം. ഇത് മൊരിഞ്ഞ് വരട്ടെ. അല്ലേ, ഒരു സൈഡ് മൊരിഞ്ഞ് നമുക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡും അതുപോലെ മൊരിച്ചെടുക്കാം. ഫ്ലെയിം കുറയ്ക്കരുത്, ഒറ്റ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് എടുക്കാൻ. ഫ്ലെയിം കുറച്ചാൽ എണ്ണ പിടിക്കും.
അപ്പം നമ്മുടെ വടയെല്ലാം ആയിട്ടുണ്ട്. നമുക്കൊരു 15-16 വടയോളം കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വടയാണ് നമ്മളിപ്പോൾ എണ്ണയിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ വടയെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ക്രിസ്പിനെസ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ആ സൗണ്ടൊന്നും നിങ്ങൾ കേട്ടില്ലേ? നോക്കിയോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട്. ഇത്രയും മുരിവോടുകൂടി നമുക്ക് കിട്ടും. നമുക്ക് ഇതേ രീതിയിൽ നല്ല ക്രിസ്പിയോടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ രീതി അനുസരിച്ച് അതേപോലെ ചേരുവകളും ചേർത്ത് അതേ പുളിപ്പിലും എല്ലാം എടുത്താൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. അടിപൊളി ഉഴുന്നുവട നമ്മുടെ വീട്ടിലും നമുക്ക് എടുക്കാം. കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ ചമ്മന്തികളുണ്ട്. നമുക്ക് അതിൻ്റെ കൂട്ടും കൂടെ ഒന്ന് കാണാം. നമുക്ക് ആദ്യം പിഴുപുളിയാണ്. അല്പം പിഴുപുളി ഇടാം. ഒരു 4 വറ്റൽമുളക്, 4 ഒരു 5 ചേർക്കാം എരിവിൻ്റെ അനുസരിച്ച്. ഒരു ചെറിയ സവാള നമുക്ക് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇതിലിടാം. പൊളിച്ച് കഴുകി വച്ചിരിക്കുന്നതാണ്. അതിന് ചേരുന്ന പരുവത്തിന് അല്പം ഉപ്പ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് അല്പം വെള്ളം കൂടെ ചേർക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലോട്ട് ഇടാം. ഉഴുന്നുവടയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. സൂപ്പർ വടയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.